ഹായ് ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തു നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 4th യൂണിറ്റായ ദ ഹീലിംഗ് ടച്ച് എന്നതിലെ 2ാമത്തെ ചാപ്റ്ററാണ് ഓൾ യു ഹൂ സ്ലീപ് ടുനൈറ്റ് എന്നുള്ള ഒരു പോയമും അതിൻ്റെ മീനിങ്ങും അതുപോലെ അതിൽ തന്നിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസുമാണ് നമ്മൾ ചെയ്തു നോക്കുന്നത് കേട്ടോ. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ ലഭിക്കുന്നതാണ് കേട്ടോ. ഇനി ഇംഗ്ലീഷിൻ്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD5 ഇംഗ്ലീഷ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ ലഭ്യമാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓൾ യു ഹൂ സ്ലീപ് ടുനൈറ്റ് എന്നുള്ള പോയം എന്തിനെക്കുറിച്ചുള്ള പോയമാണെന്ന് അറിയണ്ടേ? റീഡ് ദ പോയം ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള പോയം വായിക്കുക, കവിത വായിക്കുക. ഇറ്റ് ഈസ് അബൌട്ട് വാട്ട് വി ഫീൽ വെൻ വി ആർ ഫാർ ഫ്രം അവർ ലവ്ഡ് വൺസ്. എന്തിനെക്കുറിച്ചുള്ളതാണ്? നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളിൽ നിന്ന് നമ്മൾ അകലെയായിരിക്കുമ്പോൾ നമുക്ക് എന്താണോ തോന്നുന്നത്, നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു പോയമാണ് ഇത്. നമ്മളൊരു പക്ഷേ നമ്മളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ നമ്മളുടെ സിബ്ലിങ്സിൻ്റെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നൊക്കെ ദൂരെ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അബ്രോഡിലേക്ക് പോകുന്നവരുണ്ടായിരിക്കാം, ഇപ്പോൾ ഒരു ട്രിപ്പ് പോകുന്നതായിരിക്കാം, അതല്ലെങ്കിൽ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മാറി നിൽക്കുന്നവരായിരിക്കാം, ഹോസ്റ്റലേഴ്സ് ആയിരിക്കാം, അങ്ങനെ ആരും ആയിക്കൊള്ളട്ടെ. അങ്ങനെ ഇഷ്ടപ്പെടുന്നവരിൽ നിന്ന് കുറച്ച് ദൂരെ മാറി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരിൽ നിന്നും കുറച്ച് അകലെയായിരിക്കുന്നവർക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത്, എന്താണോ തോന്നുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു പോയമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓൾ യു ഹൂ സ്ലീപ് ടുനൈറ്റ് എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? ടുനൈറ്റ് എന്ന് വെച്ചാൽ ഇന്ന് രാത്രി, ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്നവർക്കായി എന്നാണ് പോയത്തിൻ്റെ പേര് കേട്ടോ. ഓൾ ഓഫ് യു ഹൂ സ്ലീപ് ടുനൈറ്റ് ഫാർ ഫ്രം ദ വൺസ് യു ലവ്, നോ ഹാൻഡ്സ് ടു ലെഫ്റ്റ് ഓർ റൈറ്റ് ആൻഡ് എംപ്റ്റിനെസ് എബവ്. എന്താണ് ഫസ്റ്റ് പാരഗ്രാഫിലെ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്? എന്താണ്? ഓൾ യു ഹൂ സ്ലീപ് ടുനൈറ്റ്, ഇന്ന് രാത്രി ഉറങ്ങുന്ന എല്ലാവരും, ഫാർ ഫ്രം ദ വൺസ് യു ലവ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരിൽ നിന്നും ഫാർ അകലെയായിട്ട് ഉറങ്ങുന്ന എല്ലാവരും, നോ ഹാൻഡ്സ് ടു ലെഫ്റ്റ് ഓർ റൈറ്റ്. നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ അടുത്തായിരിക്കുമ്പോൾ നമ്മൾ അവരെ കെട്ടിപ്പിടിച്ചായിരിക്കും അല്ലേ ഉറങ്ങുന്നത്. അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു അനിയത്തിയോ അല്ലെങ്കിൽ നമ്മുടെ ചേച്ചിയെയോ ചേട്ടനെയോ ഒക്കെ ആയിക്കോട്ടെ, നമുക്കിഷ്ടമാണെങ്കിൽ നമ്മൾ കിടന്നുറങ്ങുന്നത് അവരെ കെട്ടിപ്പിടിച്ചായിരിക്കും, അല്ലെങ്കിൽ അവർ നമ്മളെ ഹഗ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അകലെ ആയിരിക്കുന്ന സമയത്ത് എന്താണ്? നോ ഹാൻഡ്സ് ടു ലെഫ്റ്റ് ഓർ റൈറ്റ്, നിങ്ങളുടെ ഇടതോ വലതുമായിട്ട് ഒരു കൈകളുമില്ല, അതായത് നിങ്ങളെ കെട്ടിപ്പിടിച്ചുറങ്ങാനായിട്ട് ആരുമില്ല. ആൻഡ് എംപ്റ്റിനെസ് എബവ്, എന്താണ് മുകളിൽ എന്താണ് കാണുന്നത്? എംപ്റ്റിനെസ്. എംപ്റ്റിനെസ് എന്ന് വെച്ചാൽ ശൂന്യത, ഒരു ശൂന്യത, ഒന്നുമില്ലാത്ത അവസ്ഥ മാത്രമാണ് കാണുന്നത്. നോ ദാറ്റ് യു ആർ ഇൻ അലോൺ, ദ ഹോൾ വേൾഡ് ഷെയർസ് യുവർ ടിയേഴ്സ്, സം ഫോർ 2 nights or 1 and some for all their years. അപ്പോൾ എന്താ സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞു ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്നവർ, നമ്മൾ ഇഷ്ടപ്പെടുന്നവരിൽ നിന്നും അകലെയായിട്ട് ഉറങ്ങുന്നവർ, അവരുടെ ഇടതും വലതുമായിട്ട് അവരെ കെട്ടിപ്പിടിക്കാനായിട്ട് ഒരു കൈകളുമില്ല, അവർക്ക് എംപ്റ്റിനെസ് മാത്രമാണ് ഫീൽ ചെയ്യുന്നത്, അതായത് ഒന്നുമില്ലാത്ത അവസ്ഥ, ശൂന്യത മാത്രമാണ് ഫീൽ ചെയ്യുന്നത്. നോ ദാറ്റ് യു ആർ ഇൻ അലോൺ, നിങ്ങൾ ഒരിക്കലും അലോൺ അല്ല, തനിച്ചല്ല, അല്ലെങ്കിൽ ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലാക്കുക. നോ ദാറ്റ്, നിങ്ങൾ അത് മനസ്സിലാക്കുക. ദ ഹോൾ വേൾഡ് ഷെയർസ് യുവർ ടിയേഴ്സ്. പിന്നെ എന്താണ്? ദ ഹോൾ വേൾഡ്, ഹോൾ എന്ന് വെച്ചാൽ മുഴുവൻ, ഈ മുഴുവൻ വേൾഡും, ഈ മുഴുവൻ ലോകവും നിങ്ങളുടെ ടിയേഴ്സ്, കണ്ണുനീര് ഷെയർ ചെയ്യുന്നുണ്ട്, പങ്കുവയ്ക്കുന്നുണ്ട്. സം ഫോർ 2 nights or 1, അതിൽ ചിലർ ഒരു രാത്രിയോ അല്ലെങ്കിൽ 2 രാത്രിയോ ആയിരിക്കാം നിങ്ങളോട് നിങ്ങളുടെ ദുഃഖം, കണ്ണീര് പങ്കുവയ്ക്കുക എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങളുടെ പെയിന്, സോറോസ്, നിങ്ങളുടെ ദുഃഖവും വിഷമവും സങ്കടമൊക്കെ പങ്കുവയ്ക്കുന്നത് ചിലർ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ ആയിരിക്കാം. ആൻഡ് സം ഫോർ ഓൾ ദെയർ ഇയേഴ്സ്, പക്ഷേ മറ്റു ചിലരോ അവരുടെ മുഴുവൻ വർഷവും, ഓൾ ദെയർ ഇയേഴ്സ് എന്ന് വെച്ചാൽ അവരുടെ ജീവിതകാലം മുഴുവനും നിങ്ങളുടെ സങ്കടങ്ങൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ പങ്കുവെക്കുന്നുണ്ട് നിങ്ങളോട് കൂടെ. അപ്പോൾ എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത് പോയത്തിൽ? ഇഷ്ടപ്പെട്ടവരിൽ നിന്നും അകലെയായി കഴിയുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഇടവും വലവും നിങ്ങളെ കെട്ടിപ്പിടിക്കാനും നിങ്ങളെ സമാധാനിപ്പിക്കാനും ഒരു കൈകളും ഉണ്ടാവില്ല, നിങ്ങൾക്ക് ശൂന്യത മാത്രമായിരിക്കും ഫീൽ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, എന്താണ്? ഈ മുഴുവൻ ലോകവും നിങ്ങളുടെ കണ്ണീരൊപ്പാണ് നിങ്ങളുടെ കൂടെയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടം മറയ്ക്കാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അതിൽ ചിലർ 1-2 രാത്രികളായിരിക്കാം നിങ്ങളോട് കൂടെ സങ്കടങ്ങൾ പങ്കുവെക്കാനുള്ളത്, മറ്റ് ചിലർ ലൈഫ് ലോങ് ആയിരിക്കും, അവരുടെ ജീവിതകാലം മുഴുവനും
നിങ്ങളുടെ സങ്കടങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നവരാണ് എന്നാണ് പോയത്തിൽ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ലെറ്റ്സ് എക്സ്പ്ലോർ ദ പോയം. ആദ്യം പോയത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നോക്കിക്കേ. ക്വസ്റ്റ്യൻ 1, ഇൻ ഹൂസ് കമ്പനി ഡു യു വിഷ് ടു സ്ലീപ്പ്? ആരുടെ കമ്പനിയിലാണ് അല്ലെങ്കിൽ ആരുമൊത്താണ് നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ ഇഷ്ടമുള്ളത്? നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഫ്രണ്ട്സ് എന്നെഴുതാം, അതല്ല നിങ്ങളുടെ സിബ്ലിങ്സ് ആണെങ്കിൽ സിബ്ലിങ്സ് എന്നെഴുതാം. മൈ പാരൻസ്, എനിക്കിഷ്ടം എൻ്റെ പാരൻസിൻ്റെ കൂടെ ഉറങ്ങാനാണ്, അതുകൊണ്ട് മൈ പാരൻസ് എന്നെഴുതിയിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ 2 നോക്കൂ. ഹൗ ഡു പീപ്പിൾ ഫീൽ വെൻ ദേ ആർ ഫാർ ഫ്രം ദെയർ ലവ്ഡ് വൺസ്? ആളുകൾ അവർക്ക് ഇഷ്ടപ്പെട്ടവരിൽ നിന്നും ദൂരെയാവുമ്പോൾ അല്ലെങ്കിൽ അകലെയാവുമ്പോൾ അവർക്ക് എന്താണ് തോന്നുന്നത്? ദേ ഫീൽ ലോൺലിനെസ് ആൻഡ് സാഡ്. അവർക്ക് ഏകാന്തതയും സങ്കടവുമാണ് തോന്നുന്നത്. ക്വസ്റ്റ്യൻ 3, വൈ ഡസ് ദ പോയിറ്റ് സേ യു ആർ നോട്ട് അലോൺ? നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല, യു ആർ നോട്ട് അലോൺ എന്ന് പോയിറ്റ് പറയാൻ കാരണം എന്താണ്? Because the poet says that the whole world is with us, ready to share our tears. ഈ ലോകം മുഴുവനും നമ്മളോടുകൂടെ നമ്മുടെ കണ്ണീര് ഷെയർ ചെയ്യാൻ, പങ്കുവെക്കാൻ അല്ലെങ്കിൽ കണ്ണീരൊപ്പാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് പോയിറ്റ് എന്ത് പറയുന്നത്? യു ആർ നോട്ട് അലോൺ, നിങ്ങളൊരിക്കലും തനിച്ചല്ല എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ 4, സജസ്റ്റ് അനദർ ടൈറ്റിൽ ബേസ്ഡ് ഓൺ ദ തീം ഓഫ് ദ പോയം. ഈ പോയത്തിൻ്റെ തീമുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് കൊടുക്കാൻ പറ്റിയ മറ്റേതെങ്കിലും ഒരു ടൈറ്റിൽ, ഹെഡിങ്, തലക്കെട്ട് കൊടുക്കുക. എനിക്ക് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയ ടൈറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ. യു ആർ നോട്ട് അലോൺ, നിങ്ങൾ തനിച്ചല്ല എന്നുള്ള ടൈറ്റിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനയിൽ എന്തെങ്കിലും കൂടുതൽ മെച്ചപ്പെട്ട ടൈറ്റിൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. ഇനി ക്വസ്റ്റ്യൻ 5, പിക്ക് ഔട്ട് ദ റൈമിംഗ് വേർഡ്സ് യൂസ്ഡ് ഇൻ ദിസ് പോയം. ഈ കവിതയിലെ ഈ പോയത്തിൽ യൂസ് ചെയ്തിട്ടുള്ള റൈമിംഗ് വേർഡ്സ്, നമുക്കറിയാം റൈമിംഗ് വേർഡ്സ് നമ്മൾ പല പോയത്തിലും പഠിച്ചിട്ടുണ്ട്. എന്താണ്? സെയിം സൗണ്ടിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ആ വേർഡ്സ് കണ്ടുപിടിക്കുക. ടു നൈറ്റ്, റൈറ്റ്, ലവ് എബവ്, അലോൺ, വൺ, ടിയേഴ്സ്, ഇയേഴ്സ്. ഈ ഇത്രയും റൈമിംഗ് വേർഡ്സാണ് ഈ പോയത്തിലുള്ളത്. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റി 1, നോ ദാറ്റ് യു ആർ ഇൻ അലോൺ. വാട്ട് ഡസ് ദിസ് ലൈൻ മീൻസ്? റൈറ്റ് ഡൗൺ യുവർ കമൻറ്റ്സ്. നോ ദാറ്റ് യു ആർ അലോൺ, നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല എന്നറിയുക. എന്താണ് ഈ വരികൾ കൊണ്ട് അർത്ഥമാക്കുന്നത്? ഇറ്റ് മീൻസ് ദാറ്റ് നോ വൺ ഈസ് അലോൺ ഇൻ ദെയർ ലൈഫ്. ഒരാളും അവരുടെ ജീവിതത്തിൽ തനിച്ചല്ല എന്നാണ് ഈ ലൈൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ദെയർ ആർ മെനി പീപ്പിൾ അറൗണ്ട് അസ് ടു ഷെയർ അവർ സാഡ്നെസ് ആൻഡ് സോറോസ്. നമുക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനായിട്ട്. ദെയർ ആർ മെനി പീപ്പിൾ ടു ലവ് ആൻഡ് പ്രൊട്ടക്റ്റ് അസ്. അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും ഒരുപാട് ആളുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്? ആരും തനിച്ചല്ല. ആക്ടിവിറ്റി 2, ദ ഹോൾ വേൾഡ് ഷെയർസ് യുവർ ടിയേഴ്സ്. വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ ഷെയർ യുവർ ടിയേഴ്സ് മീൻ? ഈ പോയത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ലൈനാണിത്. ഈ ലോകം മുഴുവനും നിങ്ങളുടെ കണ്ണീരൊപ്പാനായിട്ട് കൂടെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കണ്ണീരിൽ പങ്കുചേരാനായിട്ട് കൂടെ ഉണ്ടായിരിക്കുമെന്ന്. ഷെയർ യുവർ ടിയേഴ്സ് എന്നുള്ള എക്സ്പ്രഷൻ കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? ഡു യു ഫൈൻഡ് കംഫർട്ട് വെൻ യു ഷെയർ യുവർ ടിയേഴ്സ് വിത്ത് അതേഴ്സ്? നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കടങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണീര് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഒരു കംഫർട്ട് ഫീൽ ചെയ്യാറുണ്ടോ? അതായത് കുറച്ചുകൂടെ സമാധാനം നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ? ഷെയർ യുവർ എക്സ്പീരിയൻസ് ഇൻ ദ ക്ലാസ്. യെസ്, എനിക്കങ്ങനെ എൻ്റെ ദുഃഖങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുമ്പോൾ കംഫർട്ടബിൾ ഫീൽ ചെയ്യാറുണ്ട്. ഐ ഓൾവേസ് ഫീൽ കംഫർട്ടബിൾ വെൻ ഐ ഷെയർ മൈ ഫീലിങ്സ് ആൻഡ് പെയിൻസ് വിത്ത് മൈ പാരൻസ് ആൻഡ് ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ പാരൻസിനോടും എൻ്റെ ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്യുമ്പോൾ എനിക്കൊരു സുഖം ഫീൽ ചെയ്യാറുണ്ട്. വൺ ഡേ ഐ ഹാഡ് എ ബാഡ് എക്സ്പീരിയൻസ്. ഒരു ദിവസം എനിക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. എ സ്ട്രേഞ്ചർ മിസ്ബിഹേവ്ഡ് മീ അറ്റ് അവർ സ്കൂൾസ് ആർട്സ് ഫെസ്റ്റിവൽ. ഞങ്ങളുടെ സ്കൂളിലെ ആർട്ട് ഫെസ്റ്റിവലിൻ്റെ അന്ന് ഒരു സ്ട്രേഞ്ചർ എന്നോട് മിസ്ബിഹേവ് ചെയ്തു. അതായത് പരിചയമില്ലാത്ത ഒരാൾ എന്നോട് മിസ്ബിഹേവ് ചെയ്തു. ഐ ഡിഡ്ന്റ് ടെൽ എനിവൺ അബൌട്ട് ഇറ്റ് ഫോർ എ വീക്ക്. ഞാൻ ഒരാഴ്ചത്തേക്ക് ആരോടും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഐ ടോൾഡ് മൈ മദർ അബൌട്ട് ഇറ്റ് വെൻ ഐ ഫെൽറ്റ് സാഡ്. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ സങ്കടം അധികരിച്ചപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് അതിനെക്കുറിച്ച് പറഞ്ഞു. മോം കാംഡ് മീ ഡൗൺ എ ലോട്ട്. എന്നെ അമ്മ ഒരുപാട് സമാധാനിപ്പിച്ചു. മൈ മദർ ടോൾഡ് മീ ദാറ്റ് വി ഷുഡ് ഷെയർ നോട്ട് ഓൺലി ജോയ്സ് ബട്ട് ഓൾസോ സോറോസ്. സന്തോഷങ്ങൾ മാത്രമല്ല സങ്കടങ്ങളും നമ്മളോട് നമ്മുടെ പ്രിയപ്പെട്ടവരോട് പങ്കുവെക്കണമെന്ന് എൻ്റെ അമ്മ എന്നെ ഉപദേശിച്ചു. സിൻസ് ദെൻ ഐ യൂസ് ടു ഷെയർ ഓൾ മൈ സോറോസ് വിത്ത് മൈ മദർ. അന്ന് മുതൽ ഞാൻ എൻ്റെ എല്ലാ സങ്കടങ്ങളും എൻ്റെ അമ്മയോട് ഷെയർ ചെയ്യാറുണ്ട്. ആക്ടിവിറ്റി 3, കളക്ട് പോയിംസ് റിലേറ്റഡ് ടു ദ തീം ഷെയറിംഗ്. യു മേ പ്രസൻറ്റ് വൺ ഓഫ് ദ പോയം ഇൻ യുവർ ക്ലാസ്. റൈറ്റ് ദ ടൈറ്റിൽസ് ഓഫ് ദ പോയിംസ് പ്രസൻറ്റഡ് ബൈ യുവർ ഫ്രണ്ട്സ്. ഷെയറിങ് കൺസെപ്റ്റായി വരുന്ന കുറച്ച് പോയിൻറ്റ്സ് കളക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ അവതരിപ്പിക്കുക കേട്ടോ. ഞാൻ നിങ്ങൾക്ക് അതിനൊരു എക്സാമ്പിളായിട്ട് 2-3 പോയിൻറ്റ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ പോയം
റയാൻ മാർട്ടിൻ ഇവാൻസിൻ്റെ ഷെയർ ദ പവർ എന്നുള്ള ഒരു പോയമാണ്. വായിച്ചു നോക്കിക്കേ. എവ്രി വൺ വോണ്ട്സ് ടു ബി ബെറ്റർ ദാൻ ദ റെസ്റ്റ്, ഡൂയിങ് വാട്ട് എവർ ടു ബി ദ ബെസ്റ്റ്, ബീയിങ് എ സ്കൈ സ്ക്രാപ്പിംഗ് lover, filling with gaping power, taking everyone's power to make them cower. They all want world domination, even to the extent of mass extermination, making all those drop just to be on top. We shouldn't steal power from others, instead all become brothers, sharing it with all, not trying to be so tall, so we can be a whole, taking away this toll and the pain that they have our minds train. Becoming one may take a ton, but we will have one. Second poem ലാങ്സ്റ്റൺ ഹ്യൂഗ്സിൻ്റെ ഒരു പോയമാണ്. I loved my friend, he went away from me, there is nothing more to say, the poem ends soft as it began, I loved my friend. Third poem ഷെയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയമാണ്. This half of the room is mine and your half's over there. I have marked the border clearly just to make sure things stay fair. This line divides the sloppy from the tidy and the clean. It separates the scummy from all that it is pristine. No longer will I find your shoes amassed under my bed. Your sandals, boots and sneakers will remain with you instead. Your clothes and books and cook's crumbs will all stay on your side. And don't think I won't confiscate what crosses the divide. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഓൾ യു ഹൂ സ്ലീപ്പ് ടുനൈറ്റ് എന്നുള്ള ഈ ചെറിയ പാഠഭാഗത്തിൽ ചെയ്യാനായിട്ടുള്ളത്. ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും എല്ലാം എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തിരിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്